പിണറായി വിജയൻ മാത്രമല്ല ഉണ്ണി ബാലകൃഷ്ണൻ. പിണറായി വിജയന് പഠിക്കുന്ന ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. സത്യാനന്തര വർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾ, മന്ത്രിസഭയിലെ തന്നെ എം പി രാജേഷിനെ പോലെയുള്ള ആളുകൾ. എന്ത് ചോദ്യം ചോദിച്ചാലും ഒരു മറു ചോദ്യമാണ്. അന്ന് നിങ്ങൾ എന്താണ് ചെയ്തത്, അന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഈ നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി തലയടിച്ചു പൊട്ടിച്ച് ഇന്നും ആ കേസ് എങ്ങും എത്താത്ത, ഹാജരാകാൻ പറഞ്ഞാൽ ഹാജരാകാൻ പോലും ചെയ്യാതിരുന്ന ആ തോമസ് ആലപ്പുഴയിൽ ചിത്തരഞ്ജനെ വീഴ്ത്തി ജയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ക്ഷമിക്കണം, ഉണ്ണി ബാലകൃഷ്ണൻ, ഈ കെ രമ നിയമസഭയിൽ ഉന്തും തള്ളും ഉണ്ടായ ഒരു ഘട്ടത്തിൽ അവരുടെ കൈക്ക് പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ എക്സ്റേ എടുത്തപ്പോൾ ആ പരിക്ക് അതിൽ വ്യക്തമായിരുന്നു. എന്നിട്ട് ആ എക്സ്റേക്ക് പകരം മറ്റൊരു എക്സ്റേ, പരിക്കില്ലാത്തൊരു കൈയുടെ എക്സ്റേ എടുത്ത് ഫേസ്ബുക്കിലിട്ട് കള്ളി എന്ന് കെ രമയെ വിളിച്ച സച്ചിൻ ദേവും തോറ്റു. അതെ, വിധവ എന്ന് വിളിച്ചിട്ടില്ലേ? വിധവ എന്ന് വിളിക്കുന്നു. അതൊക്കെ മണിയാശാനാണ് വിളിച്ചത്. എന്തുവാട്ടെ, ഇപ്പൊ ചേക്കുട്ടി സാർ പറഞ്ഞ കണക്ക്, ഈ പറഞ്ഞ കണക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ തിരുത്താനായിട്ടുള്ള ഒരു ശ്രമം ഈ വോട്ടിംഗിലൂടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള സംശയമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 17 വർഷമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾ, ഓൾ പവർഫുൾ പിണറായി ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ. അതിനുശേഷം 10 വർഷം കേരളത്തിന്റെ അൺക്വസ്റ്റ്യനബിൾ ചീഫ് മിനിസ്റ്ററാണ്. പാർട്ടി സെക്രട്ടറി പോലും ഇല്ലെന്നേ, എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ തന്നെയാണ്. ആ അർത്ഥത്തിൽ 27 വർഷം കേരളത്തിന്റെ അധികാരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ആളുടെ ഏതാണ്ട് രാഷ്ട്രീയ കാലം അവസാനിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കേണ്ടത്, ഈ തോൽവി ഉണ്ടല്ലോ, സാധാരണഗതിയിൽ CPM ഒരു തെരഞ്ഞെടുപ്പിൽ തോക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കേരളത്തിൽ. LDF തോക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. മാറി ഭരണങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും തന്നെ സംഘടനാ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് മുഖ്യമന്ത്രിയുടെ കുറ്റം കൊണ്ടാണെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ പരാജയമാണെന്ന് വിലയിരുത്തിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഘടനാതലത്തിൽ വരുത്തിയിട്ടുമില്ല. പക്ഷേ 2026 അബ്ജോദെ ഞാൻ വിചാരിക്കുന്നത്, 2026 ഈ തിരഞ്ഞെടുപ്പിന് ശേഷം CPM എന്ന് പറയുന്ന സംഘടനയുടെ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.